thrilled. എല്ലാവരുടെയും മുന്നിൽ ഞാനായിരുന്നു സെന്റർ ഓഫ് അട്രാക്ഷൻ ആൻഡ് ദ ക്രെഡിറ്റ് ഗോസ് ടു യു അമീർ. എന്ത് പറഞ്ഞു ഡാഡിയും മമ്മിയും? They were amazed to see me like this. അവരൊക്കെ ഞെട്ടിപ്പോയി. ഡ്രസ് എവിടെന്ന് കിട്ടിയെന്ന് ചോദിച്ചില്ലേ? ഡാഡി ചോദിച്ചില്ല, പക്ഷെ മമ്മി ചോദിച്ചു. എന്നിട്ട് ജുവൽ എന്ത് പറഞ്ഞു? ആദ്യം ഞാനൊന്ന് പേടിച്ചു, പിന്നെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയി വാങ്ങിയതാണെന്ന് പറഞ്ഞ് പിടിച്ചു നിന്നു. അതെന്തിനാ നുണ പറഞ്ഞത്? പിന്നെ അമീർ തന്നാണെന്ന് പറയാൻ പറ്റോ? അതെന്താ പറഞ്ഞാൽ? അപ്പ ചോദിക്കില്ലേ അമീർ ആരാണെന്ന്? ചോദിക്കും, അപ്പൊ പറയണം. എന്ത്? ഞാൻ ആരാണെന്ന്. I don't know. I can't answer this. ജുവൽ, ജുവൽ, are you there? Hey, ജുവൽ. Yeah, I'm here. അമീർ, മമ്മി എന്നെ വിളിക്കുന്നു. I will talk to you later. Okay? Okay. See you. What is happening to you, Jewel? എന്തിനു മമ്മിയോട് നീ നുണ പറഞ്ഞു? അമീറിന്റെ ചോദ്യത്തിന് എന്തുകൊണ്ട് നിനക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല? You are in big trouble, Jewel. You are in big trouble. No, I'm all right. I'm perfectly all right. Jewel is all right. No, I'm not all right. Somebody please help me. എന്ത് സഹായം? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്ത്. പല വിഷമഘട്ടങ്ങളിൽ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊരു പിണക്കം അതെന്നെ വല്ലാതെ തളർത്തി. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. കുറ്റബോധം കൊണ്ടാണോ എനിക്കറിയില്ല. ഐ മിസ് ഹിം സോ മച്ച്. എടാ വരുണേ, നിന്റെ ഐഡിയ ഏറ്റു. ഇപ്പൊ എൻ്റെ മനസ്സ് മുഴുവൻ അവനാ. മറ്റൊരു കാര്യത്തിലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല. ഒരു സ്വപ്നലോകത്തിലൂടെ നടക്കുന്ന പോലെ ഒരു അനുഭവം. വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ? നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ ഇങ്ങനൊരു... നോ രാഹുൽ, എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായ ഇങ്ങനൊരു അനുഭവം. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. പക്ഷേ എൻ്റെ മനസ്സിലൊരു സംശയം. Am I in love with him? ആണോ? Thank you so much, ഡാ. അമീറിനെ ആദ്യം പരിചയപ്പെടുത്തുന്നത് നിന്നെ ആയിരിക്കും. അമീറോ? He's a Muslim. Don't worry, da. He's a nice guy. Bye. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. നിനക്കൊരു വിഷമമില്ലേ? ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? എനിക്കിതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവള് പോയത് നന്മയ്ക്കാടാ. അതൊരു വട്ട് കേസാ. പിന്നല്ലാതെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരുത്തനെ കയറി പ്രേമിക്കാന്നൊക്കെ പറഞ്ഞാ കിട്ടാത്ത മുന്തിരി പൊളിക്കും അല്ലേ? അതല്ലടാ, ഷീസ് എ ഡംപ്. ഇതിനകത്തെ അപകടം അവള് മനസ്സിലാക്കുന്നില്ല. അവളുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊരു പ്രശ്നമാണ്. നീ എത്രയും പെട്ടെന്ന് അവരെ ഈ വിവരം അറിയിക്കണം. ഹൗ ക്യാൻ ഐ? അവൾ എന്നെ വിശ്വസിച്ച് പറഞ്ഞതല്ലേ? അപ്പോൾ ജുവലിനെ വിശ്വസിച്ചേൽപ്പിച്ച ജോസഫ് അങ്കിളിനെ നീ മറന്നോ? എടാ, ജുവൽ അമീറിനെ പ്രണയിക്കുകയോ കെട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷെ നിനക്ക് ജുവലിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലേ? റിഡിക്കുലസ്, അബ്സല്യൂട്ട്ലി റിഡിക്കുലസ്. ഇതാ ഞാൻ അന്നേ പറഞ്ഞത്, ഈ ചാറ്റിംഗ് ഒക്കെ വലിയ കുഴപ്പമാവുമെന്ന്. ചാറ്റിംഗ് നമ്മൾ എന്തോ ചെയ്യും ജോ? ഇത് നടക്കില്ല എന്ന് അവളോട് തീർത്തു പറയുക, അല്ല എന്ത് ചെയ്യാൻ? അതാ നല്ലത് ജോസഫേ. ഇനിയും താമസിപ്പിക്കാതെ ജുവലിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം ഒന്നും ചിന്തിക്കാതെയാ ഓരോന്നിലൊക്കെ ചെന്ന് ചാടുന്നത്. അങ്കിൾ, ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കണോ? ജുവലിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളായിട്ട് അവളെ പ്രൊവോക്ക് ചെയ്താൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവളുടെ തോന്നിവാസത്തിനൊക്കെ കൂട്ടു നിൽക്കണമെന്നാണോ രാഹുൽ പറയുന്നത്? അല്ലാണ്ട് ഞാൻ...
വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ മാത്രം കൂടിച്ചേരലല്ല, രണ്ട് കുടുംബങ്ങളുടെ കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് പ്രായവും പക്വതയുള്ളവരായിരിക്കണം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചാറ്റിങ്ങോ കൂറ്റിക്കാന്നും പറഞ്ഞ് കൺട്രോളർമാരെ വിളിച്ചോണ്ട് വന്നാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് കയറി അവളെ നിർത്താൽ അതിൻ്റെ വാശിക്ക് അവളെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാലോ? അവളുടെ ദേഷ്യവും വാശിയും എല്ലാവർക്കും അറിയാവുന്നതല്ലേ. രാഹുൽ പറഞ്ഞത് ശരിയാണ്. നമ്മളിത് വളരെ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. ഊരും പേരും അറിയാത്ത, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ മാത്രം അത്ര സ്റ്റുപ്പിഡാണോ എൻ്റെ മോൾ? അങ്ങനെയല്ല. ഇന്ന് മക്കളുടെ മേലുള്ള കൺട്രോൾ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അത്ര വലുതാണ്. ഈ അപകടാവസ്ഥ തരണം ചെയ്യാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. സ്നേഹം കൊണ്ടേ അവരെ കീഴടക്കാനാവും. ഇവിടെ ജുവലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സാധിക്കാത്തത് എവിടെയോ ഇരുന്നൊരു അജ്ഞാതൻ സാധിക്കുന്നു. സോ ലെറ്റ്സ് നോട്ട് ബ്ലെയിം ഹർ. ജുവലിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വന്തം വീട്ടിൽ തന്നെ ആരും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്ന തോന്നൽ ജുവലിൽ ശക്തമായിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ സ്നേഹവും അംഗീകാരവും എവിടെ നിന്ന് കിട്ടിയാലും കണ്ണു മടച്ചങ്ങ് സ്വീകരിക്കും. അവരത് അന്ധമായി വിശ്വസിക്കും. സ്വന്തം വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ലാത്ത സ്നേഹവും അംഗീകാരവും ഒരുപക്ഷെ അമീറിൽ നിന്നും അവൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അമീറിനെ നമ്മൾ എതിർത്താൽ അവൾ ശക്തിയായി പ്രതിഷേധിക്കും. സോ ലെറ്റ്സ് നോട്ട് പ്രൊവോക്ക് ഹർ. സലീം എന്താണ് പറഞ്ഞു വരുന്നത്? ചാറ്റിങ്ങിൽ കബളിപ്പിക്കപ്പെട്ട ധാരാളം കേസുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. പക്ഷേ ഇവിടെ അമീർ ഒരു അപകടകാരിയായി തോന്നുന്നില്ല. എങ്കിലും അമീറിൻ്റെ അദൃശ്യതയെ നമ്മൾ ഭയന്നേ പറ്റൂ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ഡോക്ടർ? എത്രയും പെട്ടെന്ന് ജോലുമായി സംസാരിക്കണം, തുറന്ന്, ക്ഷമയോടെ. നിങ്ങളുടെ താല്പര്യക്കുറവ് തീർച്ചയായും ജോലിനെ അറിയിക്കണം. ഇഫ് ഷീസ് അഡമന്റ്, പിന്നെ ഒരു മാർഗമേ ഉള്ളൂ. അമീറിനോട് എത്രയും പെട്ടെന്ന് നിങ്ങളെ വന്ന് കാണാൻ പറയാം. അമീർ ഒരുപക്ഷെ വന്നില്ലെങ്കിൽ? അവളുടെ പ്രതീക്ഷയ്ക്കൊത്ത ആളല്ല വരുന്നതെങ്കിലോ? യെസ്, ഈ ഒരു അപകട സാധ്യതയെക്കുറിച്ച് ജുവലിനെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തും ഫേസ് ചെയ്യാൻ അവൾ റെഡി ആയിരിക്കണം. സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിന്നാൽ. രാഹുലിനെ വിളിച്ചില്ലേ? അവൻ ഇന്ന് വേണ്ടെന്ന്. അതെന്ത് പറ്റി? പുറത്തൊന്നുമല്ല കഴിച്ചോ? ആ, ഇല്ലാന്ന് തോന്നുന്നു. ഈയിടെയായിട്ട് വിശപ്പില്ലെന്നാ പറയുന്നേ. It is beautiful, isn't it? നല്ല ഭംഗിയുണ്ടല്ലേ? പ്രകൃതിക്കൊരു ഹീലിംഗ് പവറുണ്ട്. ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവുമ്പോൾ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ ഒരു റിലീഫ് ഉണ്ടാവും. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. നമ്മുടെയൊക്കെ ജീവിതം പ്രവചനങ്ങൾക്ക് അതീതമാണ്. ജോസഫിൻ്റെ കാര്യം തന്നെ എടുക്കാം. ജുവലിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ പല സ്വപ്നങ്ങളും പ്ലാനുകളും ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിക്കുന്ന മറ്റൊന്നാണ്. എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാതെ വരും. ചില തീരുമാനങ്ങൾ തെറ്റായി വരും. ഒരു തീരുമാനം പാളിപ്പോയാൽ തിരുത്തുക, മുന്നോട്ട് നീങ്ങുക. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഞാൻ പറയുന്നത് മോന് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പന് അറിയാമായിരുന്നു അല്ലേ? ആ, അറിയാമായിരുന്നു. ജുവലിനെ ഞാൻ ആഗ്രഹിച്ചത് ഒരു തെറ്റാണോ? ഒരിക്കലുമല്ല. ജോസഫിന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. തുറന്നു പറയാതിരുന്നത് അബദ്ധമായി. അങ്ങനെ കരുതണ്ട. നമ്മുടെ ബുദ്ധിയും ചിന്താശക്തിയും വെച്ച് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ശരിയോ തെറ്റോ നമുക്കതറിയാൻ മാർഗമില്ല. ദാറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. അതിനെയാണ് നമ്മൾ വിധി എന്ന് വിളിക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. ഡോണ്ട് വറി അപ്പാ, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ഐ നോ യു ക്യാൻ. അപ്പാ, യു ആർ ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. താങ്ക് യു മോനെ. വാ, നമുക്ക് ഡിന്നർ കഴിക്കാം. വാടാ. അമീർ എന്നാണ് പേര്. ഹിസ് എ ഫാഷൻ ഡിസൈനർ. അറിയാം. കാര്യങ്ങളൊക്കെ രാഹുൽ എന്നോട് പറഞ്ഞു. മക്കളുടെ കാര്യങ്ങളിൽ എല്ലാ മാതാപിതാക്കൾക്കും ചില സ്വപ്നങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്വപ്നങ്ങൾ മോളിൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല.
മോളുടെ ജീവിതമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഞങ്ങൾ മോൾക്ക് തരുന്നു. അതുപോലെ തന്നെ ഡാഡിക്കും മമ്മിക്കും മോളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പറയുകയാണ്. അമീറിന്റെ കേസിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒന്നാമതായി വിവാഹത്തിന്റെ പ്രായം മോൾക്കായിട്ടില്ല. യു ഹാവ് എ ലൈഫ് അഹെഡ്. മോളൊന്നും പറഞ്ഞില്ല. എനിക്കാരെയും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നിൽ നിന്ന് അകന്നിരുന്നിട്ടും അമീർ അത് മനസ്സിലാക്കി. ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിയെടുത്തു. ഉടനൊരു വിവാഹം വേണമെന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. അമീറിൽ ഞാൻ കംഫർട്ടബിൾ ആണ്. ബിക്കോസ് ഹി നോസ് ഹൗ ടു ഹാൻഡിൽ മീ. സൂണർ ഓർ ലേറ്റർ ഐ വിൽ നീഡ് ഹിം. ഡാഡി എപ്പോഴും പറയാറില്ലേ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ആരെയും ഭയക്കേണ്ടതില്ലെന്ന്. അമീർ എന്റെ ശരിയാണ്. എന്റെ തീരുമാനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഐ എം സോറി. സാരമില്ല, ഇതാണ് മോളെ ജീവിതം. സ്നേഹിക്കുന്നവർ തന്നെ ചിലപ്പോൾ വേദനിപ്പിക്കും. അത് ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുമ്പോൾ അതൊരു സുഖമുള്ള വേദനയായി മാറും. ഒരു കാര്യത്തിൽ ഡാഡിക്ക് സന്തോഷമുണ്ട്. എൻ്റെ മോൾ വളരെ പക്വതയോടെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹാറ്റ്സ് ഓഫ് ടു അമീർ. ഇനി ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, എത്രയും വേഗം ഞങ്ങൾക്ക് അമീറിനെ കാണണം. അമീർ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് മോൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ നിമിഷം വരെ അമീർ മോളുടെ വിശ്വാസമാണ്. നാളെ ഏതെങ്കിലും രീതിയിൽ ആ വിശ്വാസം തകർക്കപ്പെട്ടാൽ, അത് മോളെ വേദനിപ്പിച്ചാൽ ഞങ്ങൾ തകർന്നു പോകും. സോ എക്സ്പെക്ട് ദ വേസ്റ്റ്. മോളുടെ ഏത് പ്രശ്നത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. എന്തു വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി ഫേസ് ചെയ്യും. താങ്ക് യു ഡാഡി.